എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സാറ്റർഡേ അല്ലേ? നിങ്ങളിൽ പലരും ചോദിക്കണ്ടായിരുന്നു, ഡേറ്റും കൂടെ ഇടാവോ നമ്മുടെ വീഡിയോസിലെന്ന്. കൺഫ്യൂഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ഡേറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കാണും, അല്ലെങ്കിൽ 2 days ബിഫോർ, 1 day ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നോട്ടിഫിക്കേഷൻ കാണും കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോയുടെ തൊട്ട് താഴെ ഉണ്ടായിരിക്കും ഡേറ്റ്. കാരണം ഞാൻ ഡേറ്റ് ഇടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തണം എന്ന് ഡിവൈൻ വിചാരിക്കുന്നു, ആ സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുക. അന്നത്തെ ദിവസം നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് അവിടെ ഡേറ്റ് ഇടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അത് ടൈംലെസ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഇടാത്തത് കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ പറയാറുണ്ട്, സാറ്റർഡേ ആണ്, മൺഡേ ആണ്, ട്യൂസ്ഡേ ആണ്, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണത്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം പകുതി ഡിസംബർ കഴിഞ്ഞു അല്ലേ? ന്യൂ ഇയറിലേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നു. വേറെന്താ? അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഞാൻ നോക്കിയിട്ട് ഒരുപാട് നാളായി അല്ലേ? കറണ്ട് എനർജിയും ഫീലിങ്സും ഒക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇന്ന് എസ്പെഷ്യലി നോക്കാൻ കാര്യം, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് എസ്പെഷ്യലി നോക്കുന്നത്. ഓക്കെ, കാരണം നാളത്തെ ദിവസത്തേക്ക് നമുക്ക് എന്തെങ്കിലും ആക്ഷൻ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വീക്കെൻഡാണ്, എല്ലാവരും ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ വരുമോ എന്നറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ പെർട്ടിക്കുലർലി ഇന്ന് രാത്രി അവരെന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞു പോയതല്ല, ഇന്നത്തെ രാത്രിയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ എനർജി, യഥാർത്ഥ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൻ്റെ സാധ്യതകളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ന് പിക്കപ്പ് പൈൽ റീഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 പൈൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിന് ആകർഷിക്കുന്നത് ആ പൈൽ ചൂസ് ചെയ്തുകൊള്ളാം. ഇത് പൈൽ 1, ഇത് പൈൽ 2, ഇതാണ് 2, ഇത് 1, ഇത് 2. ഇതിലേതാണ് നിങ്ങൾക്ക് മനസ്സിനെ ആകർഷിക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ അപ്രോച്ച് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. നമുക്ക് സമയം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഈ തോട്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് എല്ലാം നോക്കാൻ എനിക്കിഷ്ടമാണ്. കാരണം എല്ലാം എപ്പോഴും വളരെ നല്ലതായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ദൈവം സഹായിച്ച് ഇന്നും നല്ലത് തന്നെ ആയിരിക്കട്ടെ. അങ്ങനെ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. എല്ലാ റീഡിങ്ങും തന്നെ നല്ല ഇതായിരിക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറ്. ആദ്യം ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ബാക്കി. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരിക്കും. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഇന്നത്തെ ദിവസം രാത്രി എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തരും. 4-5 കാർഡ്സ് വീണ്ടും എടുക്കുന്നില്ല കേട്ടോ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തരും. പ്ലീസ് ഗൈഡ് എടുക്കട്ടെ. നമഃശിവായ. Lovers. Okay. Ace of Pentacles, 7 of Swords, share. 10 of Cups, Ace of Cups, good. High Priestess, Page of Swords, Emperor, Knight of Pentacles, 2 of Cups,
ഗ്രേറ്റ്. 3 കാർഡ്സ് കൂടി. 6 of Pentacles, 9 of Pentacles, Ace of Wands. Okay. Bottom of the deck വന്നിട്ട് Page of Wands. Overall, very good. Clarify 7 of Swords. Please clarify 7 of Swords. കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ എടുക്കും കേട്ടോ. Clarify 7 of Swords. Clarify 7 of Swords. 7 of Pentacles. Okay. Clarify 10 of Cups. Clarify 10 of Cups. Clarify 10 of Cups. Clarify 10 of Cups. Temperance. Okay. Clarify Emperor. Clarify Emperor. Clarify Emperor. Strength. Okay. High Priestess. Knight of Pentacles. Clarify High Priestess. Clarify High Priestess. Clarify High Priestess. Three of Cups. Sherry. Clarify Knight of Pentacles. Clarify Knight of Pentacles. Clarify Knight of Pentacles. ഇതിൽ ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് എനർജീസ് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ദ മൂൺ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കേസ് ബൈ കേസ് എടുത്തോളണം. ചില കാർഡ്സ് സ്പെസിഫിക്കലി ചിലർക്കായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും, മറ്റു ചിലത് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകും കേട്ടോ. സ്പെസിഫിക് കേസസ് വരുന്നവിടെ ഞാൻ എടുത്തു പറയും. ഓക്കെ. ബാക്കിയുള്ളത് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ. ആദ്യം ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കും. വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ് ഒക്കെ വളരെയധികം മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോകുന്നത്. ഇൻറ്റിമേറ്റ് ആയിട്ടും ഓർക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കും ഇന്നത്തെ രാത്രി. ഓക്കെ. തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ തടസ്സങ്ങൾ തരണം ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ. 7 of Swords and 7 of Pentacles വെച്ചിട്ട് അവർക്ക് ജോലി കുറച്ച് ഓവർ സ്ട്രെയിൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജോലിയിൽ അവർക്ക് എന്തോ, ഈവൻ സൺഡേ ആണെങ്കിൽ പോലും അവർക്ക് ജോലി സംബന്ധമായിട്ട് എന്തോ തിരക്ക് ഉണ്ട്. കാരണം ഞാൻ സൺഡേ എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം സൺഡേ ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രിയും അവർ ഫ്രീ ആവുന്നില്ല. നിങ്ങളെ കാണുന്നെങ്കിൽ തന്നെ ഈ ജോലി തീർത്തിട്ട് വേണം നിങ്ങളെ വന്ന് കാണാൻ എന്നുള്ള സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? ആ ജോലിയിൽ അവരവിടെ സ്റ്റക്കായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്തതിന് ശേഷം വേണം നിങ്ങളെ വന്ന് കാണാൻ എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അവർ ആ ഒബ്സ്റ്റക്കിളിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്, തടസ്സത്തെ പറ്റി ബോധേഡായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഫാമിലിയുമൊത്ത് ഒരു റിലീജിയസ് വിസിറ്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളത്തെ ദിവസം. അവരതും ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, എന്ത് തന്നെ ആയാലും അവർക്കൊരു ഫാമിലി ഉണ്ടായിരിക്കും അല്ലേ. ഫാമിലി പറയുമ്പോൾ ഒന്നുകിൽ അവരുടെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെ ആയിരിക്കാം. രണ്ട് സിനാറിയോയിലും അവർ ആ ഫാമിലിയുടെ ഒപ്പം ഒരു റിലീജിയസ് വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്പലത്തിലോ പള്ളിയിലോ പ്രാർത്ഥന, അങ്ങനത്തെ എന്താ പറയുക, കൂട്ടപ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, സത്സംഗം, അങ്ങനെ എന്തോ ഒരു കാര്യം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളത്തേക്ക്. അവർ ആ ഒരു അതിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു തടസ്സമാണ്. പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അമ്പലം, പള്ളി, അങ്ങനെ പ്രാർത്ഥിക്കാനും നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് അവർ പോകുന്നത്. അവരതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകണം, പള്ളിയിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പോകുമ്പോൾ അവരുടെ ഫാമിലിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അതിനെപ്പറ്റി അവർ ആലോചിക്കുന്നു. നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക് മനസ്സിൽ ഫീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഓവർവെൽമിങ് ആയതുകൊണ്ട് ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സ്നേഹം കൂടിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലേ, എണീറ്റിരിക്കുക, രാത്രി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് ഈ ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് അവിടെ വരുന്നത്.
ഉറങ്ങാൻ സാധിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഹൈ പ്രിസ്റ്റസ് വെച്ച് നിങ്ങൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേഴ്സണാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഇൻറ്റ്യൂഷനാണ്. അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ്, അവരുടെ ചിന്തകൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവാറുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു പക്ഷേ അവരുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പക്ഷേ അവരുടെ അമ്മയോ ആയിരിക്കാം. അമ്മയെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അമ്മയ്ക്ക് ഈ റിലേഷനിൽ ഒരു പക്ഷേ എതിർപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ തേർഡ് പാർട്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് എന്താ പറയുക, അത് ശരിയല്ല എന്ന് തോന്നുന്നവർ ക്ഷമിക്കുക കേട്ടോ. ഇൻ്റർഫിയറൻസ് എന്നുള്ള രീതിയിലാണ്, തടസ്സം എന്നുള്ള രീതിയിലാണ് ഞാൻ തേർഡ് പാർട്ടി അമ്മ എന്നവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അത് മോശപ്പെട്ട രീതിയിലല്ല, അങ്ങനെ എടുക്കരുത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അമ്മയുടെ എതിർപ്പ് അവിടെ വളരെ പ്രബലമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്നത് അവർക്ക് ശരിയാവാറുണ്ട് എന്ന് അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. കിടക്കാൻ നേരം ലേറ്റ് നൈറ്റ് ആയാലും ആ പ്രാർത്ഥന ചെയ്തിട്ടാണ് അവർ കിടക്കുന്നത് എന്നും എന്നും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളെന്ന് കാണാൻ സാധിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 3-4 പേര് ഉള്ള സ്ഥലമായിരിക്കാം, ഒരു പക്ഷേ ഈ അമ്പലം പള്ളി അവിടെ വെച്ചിട്ടായിരിക്കാം, എവിടെയോ വെച്ച് ഒരു കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റിനും, പ്രെയർ ഗ്രൂപ്പിൽ വെച്ചിട്ടായിരിക്കാം, അങ്ങനെ എന്തോ അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവർ ചിന്തിക്കും ഇന്നത്തെ രാത്രി കേട്ടോ. അവരുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ വരും. കമ്മ്യൂണിക്കേഷൻ വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജ് ആവട്ടെ, കോളാവട്ടെ, നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതാവട്ടെ, എന്തോ ആവട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ചെയ്യണം എന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കും കേട്ടോ. അതേപോലെ മറ്റു ചിലർക്ക് എംപറർ അവരുടെ തന്നെ ഒരു ഈഗോ ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ തെറ്റാണെന്ന് അവർക്കറിയാം. അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന പദവി ഇവരെ 10 പേർക്ക് അറിയാം. ഇവരറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതേപോലെ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജൻ, ഇതെല്ലാം നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം തടസ്സങ്ങളുണ്ടല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള എതിർപ്പ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതിലേതും ആയിരിക്കാം കേട്ടോ. വീട്ടിൽ നിന്നുള്ള എതിർപ്പം കാണുന്നുണ്ട്. അതായത് ഇവരെക്കാൾ മുതിർന്ന ഒരു വ്യക്തി ഒരു മെയിൽ ഫിഗറായിട്ടാണ്, ഒരു പുരുഷനായിട്ടാണ് കാണുന്നത്. ആ മെയിൽ ഫിഗറിൽ നിന്നും ഒരു തടസ്സം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിതാവായിരിക്കാം, മൂത്ത സഹോദരൻ, അങ്ങനെ എന്തെങ്കിലും അവരിൽ നിന്നും ഒരു എതിർപ്പ് നിങ്ങളുടെ റിലേഷനിൽ കാണുന്നുണ്ട്. ഇതിലേത് സിനാറിയോ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നത് എടുക്കുക കേട്ടോ. അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവരെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, ഈ പറഞ്ഞ തടസ്സം പറയുന്ന വ്യക്തിയെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളാണെങ്കിൽ അതെങ്ങനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ അവരാലോചിക്കുന്നു അല്ലേ. നമുക്ക് സമയം കിട്ടുന്ന രാത്രി ആയിരിക്കുമല്ലോ ഇരുന്ന് ആലോചിക്കാൻ. ഇപ്പോൾ കണ്ണ് തുറന്നിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഉറക്കം വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ശരി, ആരെയൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വന്നാലും ശരി, അവരതിന് തയ്യാറാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ പെട്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ എനർജി ഒന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉറപ്പില്ലാത്തൊരു സ്ഥിതി, എസ്പെഷ്യലി തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നവരുടെ കാര്യം. ഓക്കെ, തടസ്സങ്ങൾ യാതൊന്നും ഇല്ല, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ, മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, പാരൻ്റൽ എതിർപ്പാവട്ടെ, മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള കാസ്റ്റ് കൾച്ചറിൽ അങ്ങനത്തെ ഡിഫറൻസസ് ആവട്ടെ, അതെല്ലാം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സിറ്റുവേഷനിൽ അവർ ഇരുന്ന് ആലോചിക്കും, നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ, ഇവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയവും ഇവരെ അത്. കാരണം രാത്രിയാണ് നമുക്ക് ഇൻസെക്യൂരിറ്റീസ് കൂടുതലായിട്ട് തോന്നുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ഈ നെഗറ്റീവ് തോട്ട്സ്
ഏറ്റവും കൂടുതൽ എപ്പോഴാണ് വരിക? ഇപ്പം മഴ പെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുക, ഇടിവെട്ടി മഴ പെയ്യുന്നു. രാത്രി നമുക്ക് കൂടുതൽ ഭയം തോന്നും, രാവിലെ നമ്മൾക്കത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും. കാരണം എന്തെങ്കിലും ചെയ്യാം, രാത്രി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയം നമുക്ക് കൂടുതലായിട്ട് തോന്നും. കാരണം രാത്രി മൂൺ ഉള്ള സമയം അല്ലേ, മൂൺ നമ്മുടെ ഇമോഷൻസിനെ കുറച്ച് എന്താ പറയുക, മൂൺ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇമോഷണൽ ആവുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ രാത്രി കൂടുതലായിട്ട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ചിലരുടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്, പകൽ ഇവർക്ക് ചിന്താശക്തി ഇല്ലേ, പകൽ ഇവർക്ക് ചിന്താശക്തി ഇല്ലേ എന്ന്. പകൽ ചിന്താശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പകൽ നമുക്ക് പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. എനിക്ക് ചിരിയാണ് ആ കമൻറ്റ് കാണുമ്പോൾ. അത് സത്യമായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, പകൽ നമ്മൾ ബിസിയാണ് യൂഷ്വലി അല്ലേ, നമുക്ക് ജോലി ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു എന്ന് വരില്ല, മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷേ രാത്രി നേരത്താണ് നമ്മൾ ഫ്രീ ആവുന്നത് അല്ലേ, ഫ്രീ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ശബ്ദമില്ലാതെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ മനസ്സ് ശാന്തമായി ചിന്തിക്കുന്നത് എപ്പോഴാണ്? രാത്രി സമയത്തായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ലേറ്റ് നൈറ്റ് തോട്ട്സിന് പ്രാധാന്യം വരുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കും കേട്ടോ. നിങ്ങളെ കാണണം, സംസാരിക്കണം. കാരണം നിങ്ങളെ കാണുന്ന സമയത്താണ് അവർക്ക് സൂര്യോദയം കേട്ടോ. അത്രയും വെളിച്ചം അവരുടെ ലൈഫിൽ വരുന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളെ കാണുമ്പോൾ. ആ ഒരു ഹാപ്പിനെസ് അവർക്ക് വേണം, ആ ഒരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യണം എന്ന് അവർ തീർച്ചയായിട്ടും ആലോചിക്കും കേട്ടോ. നിങ്ങളെ കാണണം, കുറച്ച് സമയം സംസാരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചിന്തിക്കും ഇന്ന് രാത്രി. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ ചിന്തിക്കും കേട്ടോ. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ ചിന്തിക്കും. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ കാണാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രസൻറ്റബിൾ ആയിരിക്കണമല്ലോ. നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയരുതല്ലോ. അപ്പോൾ എങ്ങനെ ഒരുങ്ങാം, എങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോയാൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുന്നിലേക്ക് എന്ന് വെച്ചാൽ, സ്വന്തം അപ്പിയറൻസിനെ കുറിച്ചൊക്കെ കുറച്ച് ആലോചിക്കുന്നതായിട്ട്. എന്ത് ഡ്രസ്സിട്ട് പോകാം, എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കണം, അവർ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യത്തിലേക്ക് കുറച്ച് എങ്ങനെ മുടി ചെയ്യാം, എങ്ങനെ ഇപ്പോൾ ലേഡീസൊക്കെയാണ് എന്ത് ഡ്രസ്സ് ഇടാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട്, എങ്ങനെ ഒരുങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഐസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്നവർ ആലോചിക്കുന്നു. പലർക്കും ഒരു പ്രപ്പോസലൊക്കെ നാളത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വെളിപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. കാരണം പേജ് ഓഫ് വോൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് അടുത്ത 2 ദിവസത്തിൽ കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നാണ് കാണുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ട് സംസാരിക്കും. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. എൻ്റെ പൈൽ വണ്ണുകാർക്ക് കുറച്ച് കാർഡ്സ് കൂടി തരൂ. നൈറ്റ് ഓഫ് വോൺസ് നിങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് വരുന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നാളത്തെ ദിവസം, കാരണം റീയൂണിയൻ്റെ കാർഡും അവിടെ വന്നിട്ടുണ്ട്, നാളത്തെ ദിവസം ട്രാവൽ ചെയ്ത് നിങ്ങളെ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ട്രാവലിംഗ് വരുന്നുണ്ട് അവിടെ. എന്ത് തന്നെ ആയാലും ട്രാവൽ ചെയ്ത് ആ ലോങ് ഡിസ്റ്റൻസ് തരണം ചെയ്ത് നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നതായിട്ട് കാണുന്നവർ അതിനെപ്പറ്റി വളരെ തീവ്രമായിട്ട് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നുണ്ട്. ഡെവിൾ വെച്ചിട്ട് ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കേട്ടോ. ഒബ്സസ്ഡ് തോട്ട്സ് ആയിരിക്കും. ഞാൻ രാത്രി ഉറക്കമില്ല, ചുരുക്കി പറഞ്ഞാൽ ഉറക്കമില്ലാതെ എണീറ്റിരുന്ന ചിന്തകൾ തന്നെയാണ് അവിടെ കാണുന്നത്. രാത്രി മൊത്തം നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തന്നെയാണ് ഇവർ പോകുന്നത് ഇന്നത്തെ ദിവസം കേട്ടോ. എസ്പെഷ്യലി റീയൂണിയൻ്റെ ചാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ കൂടുതലായും അതിനെപ്പറ്റി ചിന്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. മജീഷ്യൻ അവർ പ്ലാൻ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ, നിങ്ങൾ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ സംസാരിക്കണം, നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കണം, നിങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കും, നിങ്ങളെ കാണാൻ എങ്ങനെയായിരിക്കും, അങ്ങനെയെല്ലാം ഇവരെങ്ങനെ മനക്കോട്ട കിട്ടുക പറയില്ലേ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങളവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് കേട്ടോ. ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന അത്രയും തീവ്രതയിൽ ഇവർ രാത്രി ഇരുന്ന് ചിന്തിക്കും. പ്ലാനിങ്
ആണ്. എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നല്ല എനർജി തന്നെ അല്ലേ? കുറച്ച് ചിന്തിക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു കല്യാണം, ഒരു പ്രപ്പോസൽ എല്ലാം തന്നെ ലവ് പ്രപ്പോസൽ ആയിരിക്കാം, മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ 4 പേര് കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അത് അവർക്കൊരു പ്രശ്നമൊന്നുമല്ല, അവർക്ക് പറയാനുള്ളത് അവർ പറയും എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വിഷയമൊന്നുമല്ല. ദേ വിൽ സ്പീക്ക് ടു യു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. വളരെ ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു 100% ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പറയാൻ ആലോചിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, 9 ഓഫ് സ്വാർഡ്സ്. ഞാൻ പറഞ്ഞില്ല, ഉറക്കമില്ലാതെ എണീറ്റിരുന്ന ചിന്തകളാണ്. സ്ട്രെസ്സായിട്ട് എടുക്കേണ്ട, അത് സ്നേഹം കൂടിയിട്ടുള്ള പ്രശ്നമാണ്. സ്നേഹം കൂടിയിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അപ്പോഴാണ് ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. ഒരേ ഒരു കാർഡ് കൂടി തരൂ ഡിവൈൻ. 4 ഓഫ് പെൻറ്റക്കിൾസ്. മിസ്സിങ് എനർജി. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുണ്ട് അവർക്ക്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ അടുത്ത് അവർക്ക് പറയണമെന്നുണ്ട്, നിങ്ങൾ അവരുടെ മാത്രമാണ്, അവർ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചിന്തിക്കും ഇന്നത്തെ രാത്രി. ഓക്കെ, കാരണം റിയൂണിയൻ വരാൻ പോകുന്നു. റിയൂണിയൻ വരുന്നു. അവിടെ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, മജീഷ്യൻ്റെ എനർജിയാണ്, തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്ലാനിങ് ചെയ്യുകയാണ്, എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കാം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, നല്ല എനർജി ആയിരുന്നില്ലേ പൈൽ 1 അല്ലെങ്കിലും യൂഷ്വലി ലേറ്റ് നൈറ്റ് തോട്ട്സും ഫീലിങ്സും എല്ലാം നമുക്ക് നല്ലതായിട്ട് തന്നെയാണ് വരാറ്. ആക്ഷനിൽ കൂടി കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. നോക്കാം. പൈൽ 2ലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പൈൽ 1 ഒരു ഡിവൈൻ ഗൈഡൻസ് കൂടെ ഞാനൊന്ന് നോക്കിത്തരാം കേട്ടോ. അവർക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് കൊടുക്കൂ. പ്ലീസ് ഗീവ് ഡിവൈൻ ഗൈഡൻസ് ഫോർ മൈ പൈൽ 1 വ്യൂവേഴ്സ്. പ്ലീസ് ഡിവൈൻ, പ്ലീസ് ഡിവൈൻ. സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? Stay optimistic about your love life. Positive thinking and faith will bring you romance. പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിക്കുക, എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ ഉറപ്പിച്ച് പറയുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. ഓക്കെ, ഗോ അഹെഡ് വിത്ത് യുവർ ലവ് ലൈഫ് എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫർഗീവ് യുവർ പാരൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അച്ഛൻ അമ്മ എതിർപ്പ് കണ്ടിരുന്നു എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അച്ഛനും അമ്മയും ഒക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ക്ഷമിക്കുക കേട്ടോ. കാരണം അവർ നിങ്ങളുടെ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും. ഏത് അച്ഛനും അമ്മയ്ക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും മക്കളുടെ ഭാവിയെക്കുറിച്ച് അല്ലേ. അത് അങ്ങ് ക്ഷമിച്ചേക്കുക കേട്ടോ. അത് അവർ മനസ്സിലാക്കി മുന്നോട്ട് വന്നോളും. ലാസ്റ്റ്, ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഡിവൈനെ ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ പേഴ്സണെ ഉറച്ചു വിശ്വസിക്കുക, എല്ലാം നല്ലതായി വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പൈലുകാർക്ക് കുറച്ച് ആശ്വാസമായല്ലോ. പിന്നെ സെക്കൻഡ് പൈലുകാർക്ക് പോകാം. ഓക്കെ, ഇനി സെക്കൻഡ് പൈലിലേക്ക് പോകാം. സെക്കൻഡ് പൈൽ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുതരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്? കിങ് ഓഫ് കപ്സ് എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട് ഞാൻ അതിൽ വെക്കുന്നു കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ രാത്രി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ദ സൺ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്.
Wheel, 8 of Wands, great. 2 of Wands, 4 of Wands, good. Page of Pentacles, 2 of Cups, Knight of Cups, 10 of Pentacles, okay. Judgment, 6 of Cups, sure. King of Pentacles, Hermit, bottom of the deck, 3 of Pentacles, okay. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പ്രബലമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി അവരുടെ ഫാമിലിയാണ് എന്നും കാണുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് അതിയായ സന്തോഷം തോന്നാറുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളുടെ എനർജി, പരസ്പരമുള്ള എനർജി, ആ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഒന്ന് സ്ലോ ഡൗൺ ആയിരിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസും ബാധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷനെ കുറിച്ച് അവർ ഒട്ടും ഹാപ്പി അല്ലാതെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷൻ മാറി വരും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. വീല് വെച്ചിട്ട് അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് മറഞ്ഞു വരും എന്ന് ചിന്തിക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതൊരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് തന്നെ അവർ ഇന്ന് രാത്രി ചിന്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആയാലും അടുത്ത് തന്നെ ആയാലും എവിടെ തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു കോൾ, ഒരു മെസ്സേജ്, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ വിളിക്കുകയും ചെയ്യും കേട്ടോ. 2 ഓഫ് വോൺസ് നിങ്ങളെപ്പറ്റി തന്നെ ലോങ് ഡിസ്റ്റൻസിലിരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇവൻറ്റിലോ എന്തെങ്കിലും ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ബിസി ആയിരിക്കാം നിങ്ങളിത് കാണുന്ന സമയത്ത്. ഓക്കെ, ആ മീറ്റിംഗ് കഴിഞ്ഞു പോയ ആ മീറ്റിങ്ങിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അവിടെ വെച്ച് തമ്മിൽ കണ്ടിരിക്കാം, അതുമായിരിക്കാം. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ, ചിന്തിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് അവരുടെ സ്നേഹം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതവർക്കറിയാം. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ ടെൻസ്ഡാണ് കേട്ടോ. വളരെ ടെൻസ്ഡായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ അവർക്ക് വളരെ തീവ്രമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ തീരൂ എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് ഇനി അത് അടക്കി വെക്കാൻ വയ്യ മനസ്സിൽ. നിങ്ങളുടെ അടുത്ത് അത് തുറന്ന് പറഞ്ഞേ തീരൂ. ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെ കാണുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇന്ന് രാത്രി ഇരുന്ന് നോക്കും. നിങ്ങൾ എന്ത് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, എവിടെ ഏത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണോ അവിടെ ഇവർ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും. ഓക്കെ, എന്തായിരിക്കും. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് ചിന്തയും ഉണ്ട്. പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാണണം. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, ഒരു കൂടിക്കാഴ്ച, ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രപ്പോസൽ അടുത്ത 2 മുതൽ 4 ദിവസത്തിനകം സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 to 4 days എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, വരുമ്പോൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ ഇവരൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു ബൊക്കെ ആയിരിക്കാം, ഒരു ചോക്ലേറ്റ് ആയിരിക്കാം, വോട്ടെവർ. നിങ്ങളെ കാണുമ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇവർ വരുന്നതായിട്ടാണ് കാണുന്ന. ഒരു പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, അങ്ങനെ കേട്ടോ. ഇവിടെ പ്രബലമായിട്ടുള്ള തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ഇവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഫാമിലിയിൽ ഈ പറഞ്ഞ പോലെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് ആയിരിക്കും, കുട്ടികളായിരിക്കാം. ഓക്കെ, ആ ഫാമിലിയാണ് അവിടെ തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണേ എന്നുള്ള രീതിയിൽ, അതായത് പ്രപ്പോസൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം
എന്നൊക്കെയുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കും എന്നും കാണുന്നു കേട്ടോ. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവമേ ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കില്ലേ, അങ്ങനെ പിടികിട്ടിയല്ലോ. മറ്റു ചിലർക്ക് അത് അവരുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ സ്പൗസാണ്. ആ സ്പൗസുമായിട്ടുള്ള സെപ്പറേഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. കേസ് നടക്കുന്നുണ്ടായിരിക്കും. ആ സെപ്പറേഷൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് സ്നേഹം പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ വിധി വരാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവരതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായി, എന്തെങ്കിലും ആയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അതിന് എത്രയും വേഗം ഒരു തീരുമാനം ആവണമല്ലോ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് എന്ത് പറയും എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ മൊമെൻറ്റ്സ് ഒക്കെ ഇവർ വളരെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട്, ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ അവർ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരും എന്ന് കാണുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെപ്പറ്റി തന്നെയാണ് കൂടുതലായും ചിന്തിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ലാസ്റ്റ് ഗ്രൂപ്പിൽ വന്ന പോലെ തന്നെ ഇവിടെ ഒന്നുകിൽ ഇവരുടെ പദവി, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഈഗോ, ഏജ് ഗ്യാപ്പ്, ഇതെല്ലാം അവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അവരതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ തരണം ചെയ്യും എന്നുള്ള ഒരു ഭയം, ഒരു ടെൻഷൻ അവർക്ക് ഉണ്ട്. അവരതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ഇത് ശരിയായി വരുമോ, ഇത് ശരിയാണോ, ഈ റിലേഷൻ ഇത് നല്ലതിനാണോ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതും അവർ ചിന്തിക്കും. മറ്റു വെച്ചിട്ട് ഈ ചിന്തകളെല്ലാം തന്നെ അവരെ മാനസികമായിട്ട് ഒന്ന് തളർത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒരു തനിയെ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. മാനസികമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ്. ചിന്തകൾ ഒരുപാടാണ്, ഡിസ്ട്രാക്ഷൻസ് ഒരുപാടാണ് എന്ന് തന്നെ കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും അവിടെ കാണുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യാതെ അവരൊന്ന് ആടി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഓവർ തിങ്കിങ് വളരെയധികം നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. രാത്രി മൊത്തം ഇരുന്ന് ചിന്ത തന്നെയാണ് എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്, അവർക്കായിട്ടുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. 9 ഓഫ് കപ്സ് നിങ്ങളവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കും. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് മറ്റെല്ലാം തന്നെ ഉണ്ട്, നിങ്ങളുടെ ഒരു കുറവുണ്ട്. ഓക്കെ, അതും കൂടി ആയാലേ അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആവുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ സക്സസ്, വിജയം. അത് കൂടെ തന്നെ വേണമെന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കും. ഓക്കെ, ദ ഡെവിൾ വെച്ചിട്ട് ഒബ്സെസ്ഡ് തോട്ട്സ് ആണ്. ഉറക്കമില്ലായ്മ, ഓവർ തിങ്കിങ് വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. എണീറ്റിരുന്ന ചിന്ത തന്നെയാണ് ഇത്. കാരണം ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്. പേജ് ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ്, കോള് എല്ലാം ചെയ്യുന്നതിനെ പറ്റി അവർ തീർച്ചയായും ചിന്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് വോൺസ് വെച്ച് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി അവർക്ക് ലൈഫിൽ തീർച്ചയായും കൂടെ വേണം എന്ന് തന്നെ അവർ ഉറച്ചു ചിന്തിക്കും ഇന്നത്തെ രാത്രി കേട്ടോ. കിങ് ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പം എന്താണ്, നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങളെന്നും അവരുടെ കൂടെ വേണം, നിങ്ങളെ വിട്ടു പോകുന്ന കാര്യമൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ സ്പൗസായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എംപ്രസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവർക്ക് ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ശബ്ദം എല്ലാം നിങ്ങളുടെ കെയർ എല്ലാം ഇവരുടെ മനസ്സിൽ വീണ്ടും 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 ഇവർ ഓർത്തെടുക്കും കേട്ടോ. രാത്രി പറഞ്ഞില്ലേ, അവർക്കെന്നും നിങ്ങൾ വേണം. അവരുടെ കുഞ്ഞിൻ്റെ അമ്മ, അച്ഛനായിട്ട് അവരുടെ കൂടെ എന്നും വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവർക്ക് ഒരിക്കലും അവരുടെ ലൈഫിൽ സാധ്യമല്ല എന്ന് തന്നെ അവർ ചിന്തിക്കും. 10 ഓഫ് കപ്സ് നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കാൻ പോകുന്നത്. മജീഷ്യൻ,
ഓവർ തിങ്കിങ് ഉണ്ട് കേട്ടോ, പ്ലാനിങ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ഈ തടസ്സങ്ങൾ എങ്ങനെ തരണം ചെയ്യാമെന്നൊക്കെ ഇരുന്ന് ഇവർ ചിന്തിക്കുകയാണ്. നിങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ 2 മുതൽ 4 ദിവസത്തിനകം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യണം കാര്യങ്ങൾ, എന്തൊക്കെ പറയണം നിങ്ങളുടെ അടുത്ത്, അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കും ഇന്നത്തെ രാത്രി. ഓക്കെ, 2 കാർഡ് ഇവിടെ കേട്ടോ. ഗിവ് മീ 2 more cards. Please give me 2 more cards. Please give me 2 more cards. Ace of Cups ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കാൻ പോകുന്നത്, അല്ലേ? ഏസ് ഓഫ് കപ്സ് അറിയാമല്ലോ. ഏസ് ഓഫ് കപ്സ് ഒരുപാട് സ്നേഹമാണ്. അതായത് അവർക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്നേഹത്തോടെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് 9 of Pentacles. നിങ്ങളെ കാണാൻ വരുമ്പോൾ അവർ എങ്ങനെ സ്വയം പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ലൈക്ക് ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ എന്ത് ഡ്രസ്സ് ഇടാം, എങ്ങനെ മുടി കെട്ടാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട്. അതായത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രസ് ആവണം, നിങ്ങൾ അവരെക്കുറിച്ച് ഇമ്പ്രസ് ആവണം. എങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്യാം, എന്ത് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത്, എങ്ങനെ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അവരുടെ സ്നേഹം എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നെല്ലാം അവർ ചിന്തിക്കുകയാണ്. കുറച്ച് സെൽഫ് ഫോക്കസ്ഡായിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ. നിങ്ങളവരെ കാണുമ്പോൾ അയ്യെന്ന് പറയരുത്. നിങ്ങളവരെ അഡ്മയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇവരതും ഓവറോൾ നല്ല ചിന്തകൾ തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് തരണം ചെയ്യണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് ഡിവൈൻ ഗൈഡൻസ് കൂടെ എടുക്കാം. ഓക്കെ, സെക്കൻഡ് പൈലുകാർക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പൈലുകാർക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൈലുകാർക്കുള്ള ഡിവൈൻ ഗൈഡൻസ്. എടുക്കാണ് കേട്ടോ. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് എന്ന് ഡിവൈൻ കൺഫേം ചെയ്യാണ് കേട്ടോ. ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഉറച്ച് വിശ്വസിക്കാനാണ് പറയുന്നത്. ഡിവൈനിലാവട്ടെ നിങ്ങളുടെ പേഴ്സണിലാവട്ടെ ഉറച്ച് വിശ്വസിക്കൂ എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ടു അട്രാക്ട് റൊമാൻറ്റിക്, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സത്യത്തിൽ സ്നേഹം, അട്രാക്ഷൻ എല്ലാം ഉണ്ട്. എൻജോയ് ചെയ്യുക ആ മൊമെൻറ്റിനെ എന്നാണ് പറയുന്നത്. സ്റ്റേ ഓപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. പോസിറ്റീവ് തിങ്കിങ് കീപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. ന്യൂ ലവ്, എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഒരു പക്ഷേ ഒരു ന്യൂ പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. പരസ്പര അട്രാക്ഷൻ ആണ്, അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ കൺഫേം ചെയ്യുന്നത് കേട്ടോ. ഡിവൈൻ്റെ മെസ്സേജസ് 2 ഗ്രൂപ്പുകാർക്കും തന്നെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് കീപ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്, അല്ലേ? ഉറച്ച് വിശ്വസിക്കാനാണ് ഡിവൈൻ പറയുന്നത് അവിടെ. നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുക, ഡിവൈനെ അതിലേറെ വിശ്വസിക്കുക കേട്ടോ. എല്ലാം ശരിയാകും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ തമ്മിലൊരു ലിങ്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യണമേ. ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ കൂടുതൽ അക്യുറസീസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. അതേപോലെ ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ട് ഇരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.